ബോംബെ ഹൈക്കോടതി ന്യായാധിപ നിയമനവുമായി ബന്ധപ്പെട്ടാണ് പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു ആരോപണം ഉയർന്നു വന്നത്. ജസ്റ്റിസ് ഗവായിയുടെ വളരെ അടുത്ത ബന്ധുവായ മരുമകനെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. രാജ് ദാമോദർ വക്കോഡയെ ഹൈക്കോടതി ജഡ്ജിയാക്കുന്നതിനുള്ള കൊളീജിയം ശുപാർശയായിരുന്നു അത്. ഗവൺമെൻറ് ആകട്ടെ അത്ഭുതകരമായ വേഗതയിൽ നാമനിർദ്ദേശം അംഗീകരിക്കുകയും ഉടൻ തന്നെ അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളും മാസങ്ങളോളമോ വർഷങ്ങളോളമോ വച്ചു താമസിപ്പിക്കുന്ന എക്സിക്യൂട്ടീവാണ് ഇക്കാര്യത്തിൽ ദ്രുതഗതിയിൽ തീരുമാനമെടുത്തത്. നിയമന ശുപാർശ അംഗീകരിച്ച കൊളീജിയം മീറ്റിങ്ങിൽ ജസ്റ്റിസ് ഗവായി പങ്കെടുത്തിരുന്നില്ലെങ്കിലും കൊളീജിയം അധ്യക്ഷൻ അദ്ദേഹമാണ് എന്ന കാര്യം നിഷേധിക്കാനാവില്ല. അതുമാത്രമല്ല, അദ്ദേഹം സേവനമനുഷ്ഠിച്ച ബോംബെ ഹൈക്കോടതി, പ്രത്യേകിച്ചും അതിൻ്റെ നാഗ്പൂർ ബെഞ്ചിൽ നിന്ന് അനുപാതരഹിതമായ തരത്തിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. മുതിർന്ന പലരെയും വനിതാ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരെ മറികടന്നാണ് പ്രസ്തുത ഹൈക്കോടതിയിൽ നിന്നും നിയമനങ്ങൾ നടന്നത്. അവഗണിക്കപ്പെട്ട ജസ്റ്റിസ് രേവതി മോഹിത് ദേരെ നിശ്ചയമായും സുപ്രീം കോടതിയിൽ എത്തേണ്ടതായിരുന്നുവെന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയ്സിംഗ് എഴുതുന്നുണ്ട്.